എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോഫോറിയു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നോക്കുന്നത് ചോതി നക്ഷത്രത്തെക്കുറിച്ചാണ്. ചോദ്യ നക്ഷത്രത്തെക്കുറിച്ച് പറയണമെന്ന് ചിലർ ആവശ്യപ്പെട്ടിരുന്നു. ചോതി, സ്വാതി നക്ഷത്രം ഹിന്ദു ജ്യോതിഷശാസ്ത്രത്തിലുള്ള 27 നക്ഷത്രങ്ങളിൽ ഒന്നാണ്. ഇത് ചൊവ്വാം നക്ഷത്രമായി പരിഗണിക്കപ്പെടുന്നു. ചോതി നക്ഷത്രത്തിനും അതിന്റെ സ്വഭാവത്തിനും നിരവധി പ്രത്യേകതകളുണ്ട്. ചോതി നക്ഷത്രത്തിന്റെ പ്രത്യേകതകൾ. കുത്ത് ആധിപത്യ ഗ്രഹം. രാഹു ചോതി നക്ഷത്രത്തെ നിയന്ത്രിക്കുന്ന ഗ്രഹമാണ്. രാഹു വ്യക്തിയുടെ ജീവിതത്തിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. രാഹുവിന്റെ പ്രഭാവമുള്ള ഒരു നക്ഷത്രം കൂടിയാണിത്. അടുത്തതായിട്ട് നമുക്ക് ഈ നക്ഷത്രത്തിന്റെ ചിഹ്നത്തെക്കുറിച്ച് നോക്കാം. ചിഹ്നം. ചോതി നക്ഷത്രത്തിന്റെ ചിഹ്നം ഒരു ചെവി അല്ലെങ്കിൽ മഞ്ഞുരുകുകയാണ്. ഇത് അറിവിനെയും ആശയവിനിമയത്തെയും പ്രതിനിധീകരിക്കുന്നു. അറിവ് നേടുന്നതിനുള്ള സൗഭാഗ്യമുള്ളവരായിരിക്കും ഓരോ ചോദ്യ നക്ഷത്രക്കാരും. അടുത്തതായിട്ട് നമുക്ക് ഇതിന്റെ രാശിയെക്കുറിച്ച് നോക്കാം. രാശി. ചോതി നക്ഷത്രം തുല, ലിബ്ര രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തന്നെ ഇതിന് തുല രാശിയുടെ ചില സ്വഭാവഗുണങ്ങൾ ഉണ്ടാകും. ചോതി നക്ഷത്രക്കാരുടെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. സ്വഭാവ ഗുണങ്ങൾ. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർ വളരെ ക്രിയാത്മകരും സ്വതന്ത്രചിന്തകരുമാണ്. ക്രിയേറ്റീവ് ചിന്തകൾ ഇവർക്ക് ഉണ്ടാവും. അതുകൊണ്ടുതന്നെ ഇവർ പ്രകവർത്തന മികവുള്ളവരായി അറിയപ്പെടുന്നു. ഇവർ സ്ഥാപനങ്ങൾ നടത്തുകയോ അധികാര കേന്ദ്രങ്ങളിൽ വരികയോ ഒക്കെ ആണെങ്കിൽ വലിയ തരത്തിലുള്ള വളർച്ച ഉണ്ടാകും. ഓരോ ചോദ്യ നക്ഷത്രക്കാർക്കും വ്യക്തിത്വ വികസനത്തിനും അറിവ് നേടുന്നതിനും വലിയ ആഗ്രഹമുണ്ടാകും. അത് അവരെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കും. സമാധാനപ്രിയർ, നന്മഗാമികളായ ഇവർ ഉത്സാഹത്തിലും ദൃഢനിശ്ചയത്തിലും ശക്തരായിരിക്കും. സമാധാനമാണ് ഇവരുടെ ലക്ഷ്യം. സമാധാനത്തിനുവേണ്ടി നിലകൊള്ളുന്നവരും എല്ലാ കാര്യങ്ങളും സെറ്റിൽ ചെയ്തു പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ. കുഴപ്പങ്ങൾ സ്വയം ഉണ്ടാക്കാൻ ഇവർ ഒരിക്കലും മുന്നോട്ടു വരികയില്ല. എല്ലാം സഹിച്ചും ക്ഷമിച്ചും മുന്നോട്ടു പോകാനാണ് ഇവർക്ക് ഇഷ്ടം. ഓരോ ചോദ്യ നക്ഷത്രക്കാരുടെയും മികച്ച മേഖലകളെക്കുറിച്ച് നമുക്ക് നോക്കാം. മികച്ച മേഖലകൾ. ചോതി നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസം, സാങ്കേതികവിദ്യ, കല, സാഹിത്യം എന്നിവയിലേക്കുള്ള പ്രാധാന്യം കൂടുതലായിരിക്കും. സാങ്കേതിക വിദ്യയിലുള്ള ഇവരുടെ പ്രാവീണ്യം ഇവരെ എന്നും മുൻനിരയിലെത്തിക്കും. മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്തുന്നതിലും അവരുടെ കരുത്ത് പ്രകടമാക്കാൻ കഴിയും. ആശയവിനിമയത്തിനുള്ള ഇവരുടെ പാഠവും വ്യത്യസ്തമായ ഭാഷകൾ പഠിക്കുന്നതിനുള്ളവരുടെ താൽപ്പര്യവും ഇവർക്ക് എന്നും മുന്നിൽ നിൽക്കാനുള്ള സൗഭാഗ്യം നൽകപ്പെടും. ഇനി നമുക്ക് ചോദ്യ നക്ഷത്രക്കാരുടെ ശാരീരിക സവിശേഷതകളെക്കുറിച്ച് നോക്കാം. ശാരീരിക സവിശേഷതകൾ. ഇവർക്ക് മോശമല്ലാത്ത ഉയരവും ആകർഷകമായ ശരീരഭാവവും കാണപ്പെടാറുണ്ട്. സൗന്ദര്യത്തിന്റെ കാര്യത്തിലും പിന്നിലല്ല ഓരോ ചോദ്യ നക്ഷത്രക്കാരും. മുഖമുദ്രയിൽ നന്മയുള്ള ആകർഷണമുണ്ടാകും. സാമൂഹിക നന്മ ചെയ്യുന്നതിൽ അവർ പ്രതിജ്ഞാബദ്ധമാണ്. ചോദ്യ നക്ഷത്രത്തിലെ പാദങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഓരോ പാദങ്ങൾ അനുസരിച്ച് വ്യക്തികളുടെ സ്വഭാവത്തിലും വ്യത്യാസമുണ്ടായിരിക്കും. ചോതി നക്ഷത്രത്തിലെ പാദങ്ങൾ. ചോതി നക്ഷത്രം 4 പാദങ്ങളിലായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഓരോ പാദത്തിനും വ്യത്യസ്ത സ്വഭാവങ്ങളും ഫലങ്ങളുമുണ്ട്. ഒന്നാം പാദം. തുലാ രാശിയുടെ മകരം നവാംശം, കാപ്രിക്കോൺ നവൻസ്. ഇവർ അത്യന്തം പ്രായോഗികവും മിടുക്കരുമായിരിക്കും. പ്രായോഗിക ബുദ്ധിയുള്ള ഇവർ എല്ലാ കാര്യത്തിനും പോംവഴികൾ കണ്ടെത്തും എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത. രണ്ടാം പാദം. തുലാ രാശിയുടെ കുംഭ നവാംശം, അക്വേറിയസ് നവൻസ്. സാങ്കേതികതയിലും അഭിവ്യക്തിയിലും കഴിവുണ്ടായിരിക്കും. സാങ്കേതികമായ അറിവ് പെട്ടെന്ന് നേടാൻ കഴിവുള്ളവർ പെട്ടെന്ന് ജീവിതത്തിൽ ഉന്നതി നേടും. മൂന്നാം പാദം. തുലാ രാശിയുടെ മീനം നവാംശം, പൈസീസ് നവൻസ്. സങ്കല്പശക്തിയും സഹാനുഭൂതിയുമുള്ളവരാണ്. ഭാവനയും സർഗ കഴിവുകളും ഉള്ള ഇവർ കലാകാരന്മാരായിരിക്കും കൂടുതലും. നാലാം പാദം. തുലാ രാശിയുടെ മേടം നവാംശം, ഏരീസ് നവൻസ്. എന്റർപ്രൈസും ദൃഢനിശ്ചയവും പ്രധാനം. ഉറച്ച മനസ്സിന്റെ ഉടമകൾ ആയവർ എല്ലാം വെല്ലുവിളികളെയും നേരിടും. മനോഭാവവും വ്യക്തിത്വവും. സ്വതന്ത്ര ചിന്തകർ. ചോതി നക്ഷത്രക്കാർക്ക് സ്വാതന്ത്ര്യവും സൃഷ്ടിശീലതയും വളരെ പ്രിയമാണ്. സ്വാതന്ത്ര്യം അനുഭവിക്കാനും മറ്റുള്ളവർക്ക് നൽകുവാനും ഇവർക്ക് വലിയ താൽപ്പര്യമാണ്. കൂട്ടായ പ്രവർത്തനം. അവർ കൂട്ടായ പ്രവർത്തനങ്ങളിൽ എളുപ്പത്തിൽ ചേരുകയും മികച്ച ആശയങ്ങൾ പങ്കിടുകയും ചെയ്യുന്നു. നേതൃപാടവത്തോടെ പൊതുലക്ഷ്യത്തിനുവേണ്ടി ഒരുമിച്ചു പ്രവർത്തിക്കാൻ ഇവർക്ക് ഇഷ്ടമാണ്. അതിൽ ഒരു വിജയിക്കുകയും ചെയ്യും. നേതാവാകാനുള്ള ശേഷി ഇവർക്കുണ്ടാകും. പഠന താൽപ്പര്യം. വിവിധ വിഷയങ്ങളിൽ അറിവ് സമ്പാദിക്കാനുള്ള താൽപ്പര്യം വ്യക്തമായിരിക്കും. അറിവ് നേടാനുള്ള ഇവരുടെ താൽപ്പര്യം ജിജ്ഞാസയും ജീവിതകാലം മുഴുവനും ഇവർ കാണിക്കും. ആധ്യാത്മിക ദൃഷ്ടികോണം. ചോതി നക്ഷത്രം ആത്മീയതയെ പ്രതിനിധീകരിക്കുന്നു. ആത്മീയ രംഗത്തും ഇവർ നൈപുണ്യമുള്ളവരാണ്. രാഹുവിന്റെ സ്വാധീനത്താൽ കരിയറിലും ജീവിതത്തിലുമുള്ള തിരിച്ചറിവുകൾക്ക് ഇവർ പ്രാധാന്യം നൽകും. വ്യത്യസ്തമായ കരിയർ തെരഞ്ഞെടുത്ത് അവയിൽ ഓരോന്നിലും പ്രാവീണ്യം നേടാൻ ഇവർക്ക് സാധിക്കും. അവർക്ക് ആത്മീയതയോടുള്ള താൽപ്പര്യവും ദൈവികശക്തിയിലുള്ള വിശ്വാസവും വളരെയധികം അനുഭവപ്പെടും. പരിചയം കൊണ്ടുവരുന്ന ഭാഗ്യസ്ഥലങ്ങൾ. ചോതി നക്ഷത്രക്കാർക്ക് വിദേശ സ്ഥലങ്ങളിൽ പാർപ്പിച്ചു പ്രവർത്തിക്കുന്നതിൽ കൂടുതൽ വിജയങ്ങൾ പ്രതീക്ഷിക്കാം. യാത്രകൾ അവരുടെ ഭാഗ്യത്തിനും നവീകരണത്തിനും വഴിയൊരുക്കും. വിദേശത്ത് പോയി ജീവിതം കെട്ടിപ്പടുത്ത് വിജയിച്ച ഒരുപാട് പേർ ചോതി നക്ഷത്രക്കാരുണ്ട്. ദോഷങ്ങളും പരിഹാരങ്ങളും. രാഹുവിന്റെ ശക്തി ചോതി നക്ഷത്രക്കാർക്ക് ചില സമയങ്ങളിൽ ചിന്തയിലും പ്രവർത്തനത്തിലും കലലും ഉണ്ടാക്കാം. ആ സമയം വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തു പോണം, അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള നഷ്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടായേക്കാം. പരിഹാരം. ദേവത ആരാധന നടത്തുക. പ്രത്യേകിച്ച് ശ്രീദേവി, ലക്ഷ്മി, പൂട്ടിയ, ശിവന്റെ ആരാധന എന്നിവ ശാന്തിയുണ്ടാക്കും. അടുത്തതായി ചോദ്യം നക്ഷത്രത്തിന്റെ ദേവതയെക്കുറിച്ച് നമുക്ക് നോക്കാം. നക്ഷത്രത്തിന്റെ ദേവത. ചോതി നക്ഷത്രത്തിന്റെ ദേവത വായുദേവൻ, വായു ഭഗവാൻ ആണ്. വായുവിന്റെ ചലനശക്തി ചോതി നക്ഷത്രക്കാരുടെ സ്വതന്ത്രവും ക്രിയാത്മകവുമായ സ്വഭാവത്തെ പ്രതിനിധീകരിക്കുന്നു. വായുവിന്റെ പ്രഭാവം അവർക്ക് ചിന്താശക്തിയും പ്രചോദനവും നൽകും.
ആരോഗ്യപരമായ ശ്രദ്ധ. ചോതി നക്ഷത്രക്കാർക്ക് ശ്വാസകോശം, ആമാശയം, വയറുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സമചിതത്വവും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളും ശാരീരിക പ്രശ്നങ്ങൾ തടയാൻ സഹായിക്കും. എപ്പോഴും ആരോഗ്യം കാത്തുസൂക്ഷിക്കുന്ന നിലപാടുകളും പരിചരണങ്ങളും പിൻപറ്റേണ്ടതാണ്. ചോതി നക്ഷത്രം വ്യക്തിയുടെ ജീവിതത്തെ സമ്പുഷ്ടമാക്കാൻ സഹായിക്കുന്നതിനൊപ്പം അവരുടെ ജീവിതത്തിലെ പാഠങ്ങൾ ധാർമ്മികവും ആത്മീയവുമായ മുന്നേറ്റത്തിനും വഴിയൊരുക്കും. എന്തെങ്കിലും പ്രത്യേകമായ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് വിശദീകരിക്കാനും ഞാൻ തയ്യാറാണ്. സമൂഹത്തിന്റെ ആസ്തിയാണ് ഓരോ ചോദ്യ നക്ഷത്രക്കാരും എന്ന് നമുക്ക് നിസ്സംശയം പറയാം. സമൂഹത്തിന്റെ ആസ്തിയാണ് ഓരോ ചോദ്യ നക്ഷത്രക്കാരും എന്ന് നമുക്ക് നിസ്സംശയം പറയാമടിവരയിടേണ്ട ചില കാര്യങ്ങൾ. ചോതി നക്ഷത്രക്കാർക്ക് അവരുടെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മുൻകൂട്ടി മനസ്സിലാക്കൽ കഴിവ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് എടുത്ത് ചാടരുത്. കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കിയതിനു മാത്രം തീരുമാനങ്ങളും പ്രവൃത്തികളും ഉറപ്പുകളും കൈക്കൊള്ളുക, അല്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. ചിലപ്പോൾ അവരിൽ കുറച്ചുകൂടി പ്രതീക്ഷയുള്ളത് വെല്ലുവിളികളുണ്ടാക്കാം. ഈശ്വര ചൈതന്യത്തോടെ ഈശ്വരനോട് പ്രാർത്ഥിച്ച് തീരുമാനങ്ങൾ എടുക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. ചോദ്യ നക്ഷത്രത്തെക്കുറിച്ച് വിശദമായ വീഡിയോ ഈ ചാനലിൽ ഉണ്ട്, കാണാൻ ശ്രമിക്കുക, മനസ്സിലാക്കുക.